ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തിന്റെ തകരാറാ? കലാപശ്രമം. അതായത് ലോകത്തിലെ നമ്പർ 1 ആരോഗ്യ രംഗം അമേരിക്ക പോലും ഞെട്ടിത്തെറിച്ച് അല്ലേ, അങ്ങനെയുള്ളൊരു ആരോഗ്യ രംഗം ഉള്ള കേരളത്തില് ആ ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താൻ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്ന കലാപശ്രമം കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ്, ഇങ്ങനൊരു ആരോഗ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കുത്തഴിഞ്ഞു കിടക്കുന്ന ആരോഗ്യ മേഖലയെ നമ്പർ 1 ആക്കി മാറ്റി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ടീച്ചർ അമ്മയാണ് തുടങ്ങിയത്. ടീച്ചർ അമ്മ തുടങ്ങിയ ആ ശ്രമത്തിന്റെ ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ. കാരണം ഇവിടുത്തെ സ്ത്രീകളൊക്കെ വീണ്ടും വീണ്ടും പ്രസവിക്കാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്തുണ്ടോ? പ്രസവം നിർത്തിയ സ്ത്രീകൾ പോലും വീണ്ടും വീണ്ടും പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് സർക്കാർ ആശുപത്രിയിൽ തന്നെ പോകണം. കാരണം സർക്കാർ ആശുപത്രിയിലെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ കണ്ണ് തള്ളി പോകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ വീണ്ടും ഞങ്ങൾക്ക് പ്രസവിക്കണം, സർക്കാർ ആശുപത്രിയിൽ തന്നെ പോകണം എന്ന് ഭർത്താക്കന്മാരോട് വഴക്കുകൂടുന്നത്. മാത്രവുമല്ല, ഇവിടുത്തെ പണക്കാരായ ആൾക്കാർ മുഴുവനും സർക്കാർ ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവരെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സർക്കാർ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും ഇവർ ദരിദ്രരാണ് എന്ന്. അതുകൊണ്ട് മാത്രം അവർ വരുന്നില്ല. വിദേശത്തുള്ള ആൾക്കാരൊക്കെ കേരളത്തിലേക്ക് പറന്നു വരികയാണ്. വിമാനത്തിൽ ടിക്കറ്റ് കിട്ടുന്നില്ല. കാരണം എല്ലാവർക്കും കേരളത്തിലെ ആശുപത്രികളിൽ എത്തണം. അങ്ങനെയുള്ള നമ്പർ 1 ആരോഗ്യരംഗം, ആ നമ്പർ 1 ആരോഗ്യരംഗം മോശമാണ് എന്ന് ചില യൂത്ത് കോൺഗ്രസ്സുകാർ, എന്നിട്ട് ഇവർ കലാപശ്രമം നടത്തുന്നു. കണ്ടില്ലേ? മന്ത്രി വീണ ജോർജിന്റെ വീട് ആക്രമിച്ച് റീത്ത് വെച്ച്. അതാണ് ഇന്നലത്തെ ഏറ്റവും വലിയ സംഭവം. ഇന്നലത്തെ അല്ല, 2026 ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന, അസൂയാവഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന, ലോകരാജ്യങ്ങൾ പോലും അഭിനന്ദിക്കുന്ന വീണ ജോർജിനെ ആക്രമിച്ചിരിക്കുന്നു. പ്രതിഷേധിക്കണ്ടേ കൂട്ടരെ? പ്രതിഷേധിക്കണ്ടേ? നമ്മുടെയൊക്കെ രക്തമൊക്കെ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഗതി പിടിക്കില്ല. നിങ്ങൾ എടോ വി ഡി സതീശ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ഭരണം കിട്ടിയില്ല എന്നുള്ളത് ശരി തന്നെ. നിങ്ങൾ എന്ത് വിചാരിച്ചു വീണ ജോർജിനെ എന്തിനു പേരിലാണോ ആക്രമിച്ചത്? നിങ്ങളിപ്പം പറയായിരിക്കും ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച്. ഇതിപ്പോ എത്ര വലിയ സംഭവമാണോ? സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ, അതായത് ഗർഭപാത്രം നീക്കം ചെയ്യാൻ വന്ന സ്ത്രീയുടെ എന്തൊരു ഉഷ എന്ന് പേരായ ഒരു സ്ത്രീയുടെ വയറ്റില് കത്രിക വെച്ച് തുന്നിക്കൂട്ടി എന്നുള്ളതാണ് വലിയ സംഭവം. ഇത് ഇത്ര വലിയ സംഭവമാണോ? നമ്മളെ ഗോവിന്ദ മാഷ് പറയുന്നത് കേട്ടില്ലേ? ഗോവിന്ദ മാഷ് കുറച്ച് മുമ്പാണ് പറഞ്ഞത്, നിങ്ങൾ ചെറിയ സംഭവമൊക്കെ പെരുപ്പിക്കുക, ഇതൊക്കെ നിസ്സാര സംഭവമാണ്, തീവ്രത കുറഞ്ഞ സംഭവമാണ്. എന്നിട്ട് അതെന്തോ വലിയ സംഭവം. ആ ഒരു ഡോക്ടർ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? 5 കൊല്ലോ 20 കൊല്ലോ ഈ കത്രിക സ്ത്രീയുടെ ഈ ശരീരത്തിൽ ഉണ്ടായാലും ഒന്നും സംഭവിക്കാനില്ല. എന്നിട്ട് വെറുതെ കലാപശ്രമം, റീത്ത് വെക്കുക. എവിടെയെങ്കിലും കേട്ടിരുന്നോ? ഞെട്ടിപ്പിക്കുന്ന സംഭവമല്ലേ റീത്ത് വെച്ചത്. എന്താ വെച്ചേ? ഞങ്ങളെ കുട്ടിയാണോ? SFIക്കാരും DYFIക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. SFIക്കാരും DYFIക്കാരൊക്കെ ചിലപ്പോൾ റീത്ത് വെക്കും, ശവക്കുഴി ഉണ്ടാക്കും, ഒക്കെ ചെയ്യും. ഞങ്ങൾ വേണമെങ്കിൽ 51 വെട്ടി കൊല്ലും, ഒക്കെ ചെയ്യും. അത് ഞങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പോയി കണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ കൈവെക്കണ്ട കേട്ടോ. നിങ്ങളെ ഞങ്ങൾ തലമണ്ട അടിച്ചു പൊട്ടിക്കും. നിങ്ങൾ കരിങ്കൊടി വീശിയാൽ ഞങ്ങൾ തലമണ്ട അടിച്ചു പൊട്ടിക്കും. ഞങ്ങൾ ഗവൺമെന്റ് വന്നുകാണ്ട് നിങ്ങളുടെ തലമണ്ട അടിച്ച് മുട്ടൻ വടി കൊണ്ട് അടിച്ച് പൊട്ടിക്കും. ആ ഗവൺമെന്റിനെ ഞങ്ങളിപ്പം സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ കാരണഭൂതം. മനസ്സിലായില്ലേ? തോന്നിയ സംഘടിക്കാണ്. ഇങ്ങനെ ഒരു പത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ നോക്കണം ഇന്നത്തെ മറ്റു പത്രങ്ങൾ. മലയാള മനോരമയുടെ വാർത്ത എന്താണെന്നറിയോ? ഒഴിഞ്ഞു തീരാവേദന. ഇവർക്ക് എന്ത് തീരാവേദന? കത്രിക ശരീരത്തിനുള്ളിൽ ഉണ്ടെന്ന് വെച്ചിട്ട് തീരാവേദനയാണോ? കള്ളത്തരാണ്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരിനെ, പിണറായി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, പിണറായി സർക്കാരിനെ കരിവാരി തക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്ന ഒരുപാട് ഗൂഢാലോചനയാണ്. ഒരു തീരാവേദന ഉണ്ടാവില്ല. കത്രിക ശരീരത്തിനുള്ളിൽ ഉണ്ടായാൽ തീരാവേദനയല്ല. അത് തട്ടിക്കൊണ്ടുപോയെന്ന് എന്താ പറയാ, അങ്ങനെ എന്താ നിങ്ങൾ പറയാത്തത്? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഈ കത്രിക ഈ സ്ത്രീ വയറ്റിനുള്ളിൽ വെച്ച് കടത്തിക്കൊണ്ടു പോവുകയാണ്. ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ട്? യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് ന്റെ പേരിൽ കേസെടുക്കണം. ഇങ്ങനെ ഉണ്ടോ ആൾക്കാര്? ശസ്ത്രക്രിയ റൂമിൽ വെച്ചിട്ട് വയറ്റില് മുഴ നീക്കം ചെയ്യുമ്പോ ആരും കാണാതെ കത്രിക ഇതിന്റെ ഉള്ളിൽ വെച്ച്, എന്നിട്ട് ആരോഗ്യമന്ത്രിയെ കുറ്റം പറയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ? 916 പരിശുദ്ധിയുള്ള ആരോഗ്യമന്ത്രിയാണ്.
എന്നിട്ട് മനോരമന്റെ ഒരു വാർത്ത ഒഴിഞ്ഞു തീരാവേദന. 5 വർഷം മുമ്പ് ഉഷയുടെ വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയ ഉപകരണം പുറത്ത്. ഇങ്ങനെയൊന്നും വാർത്ത കൊടുക്കാൻ പാടില്ല. ഇതൊന്നല്ല മാധ്യമ പ്രവർത്തനം. വേറെ ഒന്നുമില്ല. മാധ്യമം പറയുന്നത് പിഴവ് കത്രിക കിട്ടി, ഇനി പോലീസ് തൊണ്ടി. കത്രിക മന്ത്രി എന്ന് വിളിക്കുക. ഒരു ബാനറൊക്കെ പിടിച്ചിട്ട് കത്രിക മന്ത്രി, വീണ ജോർജിനെ കത്രിക മന്ത്രി എന്ന് വിളിക്കുക. ഇതാണ് കലാപശ്രമം. ഇങ്ങനെ കത്രിക മന്ത്രി എന്ന് വിളിക്കുന്ന ആൾക്കാരെ മുഴുവനും തൂക്കിക്കൊല്ലണം. നമ്മൾ നാടിനൊരു പാരമ്പര്യമില്ലേ? ഞങ്ങൾ 3ാമത് അധികാരത്തിൽ വരാൻ വരില്ലേ? 3ാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. കാരണം എല്ലാവരും 2 മാസം കാത്തിരിക്കാൻ ആർക്കും വയ്യ. ആൾക്കാരിങ്ങനെ എരിപൊരി കൊള്ളുകയാണ്. ഇവർക്ക് പിണറായി വിജയൻ 3ാം തവണയല്ല, ഇനി കേരളം എത്ര കാലുണ്ടോ ആ കാലം മുഴുവനും പിണറായി വിജയൻ ഇവിടെ വേണം. പിണറായി വിജയൻ മാത്രമല്ല, വീണ ജോർജും വേണം, പഴയ ടീച്ചറമ്മയും വേണം. 2 ആരോഗ്യമന്ത്രിമാർ ഞങ്ങൾക്ക് വേണം. അറിയാലോ നിങ്ങൾക്ക്, കോവിഡിനെ തടഞ്ഞു നിർത്തിയത് ടീച്ചറമ്മയല്ലേ? ടീച്ചറമ്മ ആകെ ചെയ്ത അപരാധം എന്താണ്? 350 റുപ്യയുടെ BP കിറ്റ് 1500 റുപ്യക്ക് വാങ്ങി. 1500 റുപ്യക്കല്ലേ വാങ്ങിയിട്ടുള്ളൂ, 3000 റുപ്യക്ക് അല്ലല്ലോ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ 1500 റുപ്യ ആവല്ലേ? എന്താ മനസ്സിലാക്കാത്തത്? 350 റുപ്യന്റെ കിറ്റ് ടീച്ചറമ്മ 1500 റുപ്യക്ക് വാങ്ങി. അതാണല്ലോ വലിയ കാര്യം. ഇതെന്ത് വലിയ കാര്യമാണോ? 3000 റുപ്യക്ക് അല്ലല്ലോ, 1500 റുപ്യക്കല്ലേ? 1500 റുപ്യ ലാഭമായില്ലേ? അതാ പറയുന്നത്. എത്ര ലാഭം ഉണ്ടാക്കുന്നത്? ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങളായ ഈ മാധ്യമം, മനോരമ, മാതൃഭൂമിയുടെ വാർത്ത കത്രികയ്ക്കുമേൽ റീത്ത് വിവാദം. എല്ലാവർക്കും ഇപ്പോൾ എന്താണ് ഈ റീത്ത് വെക്കുക. മറ്റേ പത്രങ്ങളൊന്നും നമ്മൾ കൈകൊണ്ട് തൊടരുത് കേട്ടോ. മലയാള മനോരമയും കേരളകൗമുദിയും മാധ്യമവും മാതൃഭൂമിയും ഒന്നും കൈകൊണ്ട് തൊടാൻ പാടില്ല. വൃത്തികെട്ട പത്രങ്ങൾ. നമ്മുടെ പത്രം ഇതാണ്, കണ്ടില്ലേ? കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെ 25 യൂത്ത് കോൺഗ്രസുകാർ ശനിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിൽ അതിക്രമിച്ച് കയറി ഗേറ്റ് തകർത്ത് റീത്ത് വെച്ച്. ഗേറ്റൊക്കെ തകർത്തിട്ടാ റീത്ത് വെച്ചത്. ഇത് നമ്മളെ മറ്റേ വിജയമാഷ മോഹന്റെ വീട്ടില് SFIക്കാരും അല്ലെങ്കിൽ CPMകാരും റീത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ CPMമാർ ചെയ്യുന്ന കാര്യമാണ്. CPMകാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് വെക്കണ്ടേ? ആ VS അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെക്കണ്ടേ? നിങ്ങൾ പറ, എന്ത് തെമ്മാട് താഴെ ചെയ്തത്? ഞങ്ങൾ രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ കട്ടുപിടിച്ച നിങ്ങൾ എങ്ങനെയാ വിളിച്ചു പറയാ? കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു അയാളെ സഖാവെന്ന് വിളിക്കാൻ പറ്റില്ല. പരനാറിയാണ് അയാൾ. കുഞ്ഞികൃഷ്ണൻ അത്രേ. അയാൾ പുസ്തകം എഴുതിക്കുന്നു. ഇയാളൊക്കെ വിചാരം എന്താ? രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾക്ക് കക്കാനുള്ളതല്ലേ? ഞങ്ങളൊരു 10 ലക്ഷം പിരിപ്പിച്ചാൽ 1 ലക്ഷം കൊടുക്കും, ബാക്കി 9 ലക്ഷം ഞങ്ങൾ മുക്കും. അതിപ്പോ ഇയാൾ വിളിച്ചു പറയണം. എന്നിട്ട് ഇയാൾ പുസ്തകം എഴുതിക്കുന്നു. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് VS അനിൽകുമാർ. ശരിക്കും എന്താ ചെയ്യേണ്ടത്? TP ചന്ദ്രശേഖരനെ കൊന്ന അതേപോലെ ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് പിന്നെ ഇവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. നമ്മളെ കൊടിസുനി, നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരിറങ്ങട്ടെ. എന്നിട്ട് വേണം. ആകെ ചെയ്ത് റീത്ത് വെച്ചു. റീത്ത് ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ ഇവർക്കൊക്കെ ഇതിനെ ഞങ്ങൾ റീത്ത് വെക്കും. നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് മറ്റേ വീണ ജോർജിന്റെ വീട്ടിൽ റീത്ത് വെക്കുകയാണ്. പൊന്നാട എണീക്കേണ്ടതാണ്. ഒരു കത്രികയിലെ വെച്ചിട്ടുള്ളൂ. നിങ്ങൾ കേട്ടോ വിചാരിക്കും ഇവിടുത്തെ സ്ത്രീ ഗോവിന്ദമാഷാദ പറഞ്ഞത് ഇതൊക്കെ നിസ്സാര സംഭവമാണെന്നേ. കോഴിക്കോട് ഒരു അർഷീന ഇവിടെ സമരം ചെയ്യാണ് കുറെ കാലമായിട്ട്. വല്ല എന്താ പറയിപ്പിക്കണ്ട. ഇതൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമമാണിത്. ഗൂഢാലോചനയാണ്, കലാപശ്രമമാണ് അർഷീന നടത്തുന്നത്. അർഷീനന്റെ വയറ്റിലെ കത്രിക. ഇതൊക്കെ അർഷീനും തട്ടിക്കൊണ്ടുപോയതാണെന്ന്. കത്രിക ഇവിടെ അമേരിക്കന്ന് വിളിക്കുക കത്രിക അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ. കത്രിക നല്ല സംഭവമാണെന്ന് ട്രംപ് വരെ മനസ്സിലാക്കിക്കുന്നു. എന്നിട്ട് വരുന്ന കത്രിക. അക്രമത്തിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷമീർ ഉൾപ്പെടെ 25 പേർക്കെതിരെ കേസെടുത്ത് തൂക്കിക്കൊല്ലാ വേണ്ടത്. കേസെടുത്ത് കാരണം പിണറായി വിജയന്റെ പോലീസായത് നന്നായിട്ടോ. പിണറായി വിജയന്റെ പോലീസാണ് ആയതുകൊണ്ട് നന്നായി. അതുകൊണ്ടാണ് ഈ മൃദുവായ സമീപനം. വേറെ വല്ലവരാണെങ്കിലേ എല്ലാത്തിനും തൂക്കിലേറ്റിയാണ്. സമര ആഭാസങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല CPM. നമ്മളെ കുട്ടികൾ പറയുന്നത് ഇതൊന്നും നോക്കി നിൽക്കില്ലാന്ന്. നമ്മളെ വസീഫും
പിന്നൊക്കെ ആരാണ് വേറെ കുറെ കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ പറയുന്നത് ഇനി നോക്കി നിൽക്കൂല. ശരിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ടല്ലായിട്ട് അങ്ങെപ്പോൾ അടിച്ചു പൊട്ടിക്കും ഞങ്ങൾ കേട്ടോ. ഞങ്ങളോട് കളിക്കണ്ട. ഞങ്ങള് നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കല്ലേ, കേരളത്തിലെ നവോത്ഥാനം ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കല്ലേ. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ അറബിക്കടലിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ആളല്ലേ. ആ ഒരു ചിന്ത വേണ്ട നിങ്ങൾക്ക്. നിങ്ങളെ പോലെ സമര ആഭാസം. ഇതാ ഉള്ളില് ഞങ്ങളെ പത്രം വൃതായി കൊടുക്കുന്നത്, സമരാഭാസങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല CPIM. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലാണ് പൊതുജന ആരോഗ്യ മേഖല. മനസ്സിലാക്കണം, കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ആണ്. എന്നിട്ട് ഇവിടെ പൊതുജന ആരോഗ്യം നശിച്ചുപോയി. UDF കാലത്ത് ചികിത്സയോ മരുന്നോ ഇല്ലാതെ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ തെരുവു നായ്ക്കളുടെ വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു. അറിയാം നിങ്ങൾക്ക്, ഇവിടെ പണ്ട് UDF ഭരിക്കുന്ന കാലത്തെ ഈ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ തെരുവു നായ്ക്കളായിരുന്നു. വീണ ജോർജ് വന്നപ്പോഴാണ് നായ്ക്കളൊക്കെ പുറത്താക്കിയിട്ട് അവിടെ മുഴുവനും മരുന്നും ഒക്കെ സ്ഥലമില്ല. ഇപ്പൊ അത്രമാത്രം മരുന്നാണ്. ആ എന്താ പറയാ, എന്തൊരു ചെറുക്കലുണ്ടല്ലോ, ചെറുക്കൽ കള്ളനാണ്, കള്ളൻ. അയാള് ചികിത്സാ സംവിധാനങ്ങളില്ലാന്ന്. ഇയാൾക്ക് ഈ എന്താ പറയാ അമേരിക്കയുടെ എന്താ പറയാ സാമ്രാജ്യ ശക്തികളുടെ ദല്ലാളന്മാരാണ്. ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കാൻ കോൺഗ്രസിന്റെ ഗൂഢാലോചന. മന്ത്രി നമ്മുടെ സ്വന്തം വീണ ജോർജ് പറയുന്നതാണ്. ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കാൻ കോൺഗ്രസിന്റെ ഗൂഢാലോചന, കോൺഗ്രസുകാർ ഗൂഢാലോചന നടത്തുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? ശബരിമലയിലെ മറ്റേ സ്വർണ്ണക്കൊടിമരം മുഴുവൻ അത് അട്ടിമറിച്ചങ്ങളല്ലേ. ഞങ്ങളെ വാസുവും ഞങ്ങളെ പത്മകുമാറും ഞങ്ങളെ വാസവനും ഞങ്ങളെ പ്രസാദൊക്കെ എന്താ ചെയ്തത്? ആ ദ്വാരപാലക ശില്പങ്ങള് അല്ലേ, അത് ഒരു കൊണ്ടുപോയി. അതൊക്കെ നമ്മൾ സ്വാഭാവികമായി ചെയ്തതല്ലേ. അതിനൊക്കെ അത്ര വലിയ ഞെട്ടാനുണ്ടോ? ദ്വാരപാലക ശില്പങ്ങളും ആ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളൊക്കെ ഞങ്ങളെ സഖാക്കന്മാരെടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിടിച്ച് അകത്തിട്ടത്. നിങ്ങൾ ചെയ്തതോ? കോൺഗ്രസ്സുകാർ ചെയ്തതോ? വാജി വാഹനം തന്ത്രിനെ ഇപ്പൊ പുറത്താക്കിയത്. തന്ത്രിനൊക്കെയാണ് ആദ്യം പൂട്ടേണ്ടത്. തന്ത്രിയാണ് എല്ലാത്തിന്റെ ആള്, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങളാകെ ചെറിയൊരു കാര്യമല്ലേ ചെയ്തത്. പത്മകുമാർ ചെയ്തത് എന്താണ്? സ്വർണ്ണം എന്നുള്ളത് ചെമ്പ് നാക്കി അല്ലേ. സ്വർണ്ണം എന്നുള്ളത് ചെമ്പ് നാക്കി. അലൂമിനിയം നാക്കില്ലല്ലോ. ഇതൊക്കെ തെറ്റിപ്പോലെ. സ്വർണം കണ്ടാൽ എല്ലാവർക്കും സ്വർണ്ണം തിരിച്ചറിയോ? അതുകൊണ്ടാണ് ചെമ്പാക്കിയത്. എന്നിട്ട് അതെന്തോ വലിയ മഹാ അപരാധം നിങ്ങൾ ചെയ്തതാണ് തോന്നിയാസം. ആ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റണിയും ഇവരൊക്കെ കൂടിയാണല്ലോ പോറ്റിയുള്ളത്. ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ മാത്രം മതി. ഇവരാണ്, ഞങ്ങളല്ല, ഇവരാണെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവ് ആ ഫോട്ടോ ആണ്. പിന്നെ നമ്മുടെ മറ്റേ കടകംപള്ളിയുടെ കൂടെയുള്ള ഫോട്ടോ അതൊക്കെ AI ആണ്. ഞങ്ങളെ സഖാക്കന്മാരുടെ കൂടെ പോറ്റിയുള്ളത് അതൊക്കെ AI. പോറ്റി നിങ്ങളെ കൂടിയാണ്, നിങ്ങളല്ലേ കയറ്റിയത്. പോറ്റീനെ കയറ്റി ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം വാജിവാഹനം കൊണ്ടുപോയി. ഞങ്ങളുടെ സഖാക്കൾ ആകെ ഒരു 1.5 കിലോ സ്വർണം. അതാ അപ്പോ വലിയ കാര്യം. ഈ ഇന്നത്തെ ദേശാഭിമാനി ഇങ്ങനത്തെ പത്രമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടോ. അല്ലെങ്കിൽ ഇമാതിരി മാതൃഭൂമിയും മനോരമയും പറയുന്ന കള്ളക്കഥകളെയും നമ്മൾ വിശ്വസിക്കുക. ചാനലിൽ വ്യാജവാർത്ത, സത്യാവസ്ഥ പറയിച്ചു മന്ത്രി. ചാനലുകാർ മുഴുവൻ വ്യാജവാർത്ത കൊടുത്തത്. വ്യാജവാർത്ത, സത്യാവസ്ഥ പറയാൻ മന്ത്രി മാത്രമേ ഉള്ളൂ, വീണ ജോർജ് മാത്രമേ ഉള്ളൂ. പൊന്നു മോളാണ് നമ്മൾ കേട്ടോ. ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ. വികസിത രാജ്യങ്ങളിൽ 10%, കേരളത്തിൽ 0.2, ഒന്നും കൂടി ഇല്ല, 0.2. എന്താണെന്നറിയാം? വികസിത രാജ്യങ്ങളിൽ 10% ശസ്ത്രക്രിയാ പിഴവ് മൂലമുള്ള മരണം. ശസ്ത്രക്രിയാ പിഴവ് മൂലം മരിച്ചത് വിദേശ രാജ്യങ്ങളൊക്കെ, നിങ്ങൾ പറയുന്ന വലിയ വിദേശ രാജ്യം ഉണ്ടല്ലോ, ആ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്രയാണ്? 10%. ഇവിടെ 1% പോലും ഇല്ല, 0.2% ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്കയേക്കാൾ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനമാണ് കേരളത്തിലേതെന്ന്. ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം വികസിത രാജ്യങ്ങളിൽ പോലും ശസ്ത്രക്രിയകളിൽ 10% വരെ പിഴവുണ്ടാകുമ്പോൾ കേരളത്തിൽ അത് 0.2% താഴെയാണ്. മനസ്സിലായോ? 0.2% താഴെയാണ്. ഇനി വേറൊരു കാര്യം കൂടി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2017 മുതൽ 22 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം ചികിത്സാ പിഴവുകളുള്ള മരണങ്ങളിൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. ഉത്തർപ്രദേശിലെ 15%. ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞിട്ട് എവിടെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, തെലങ്കാന, അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവ്. ഇവിടെ ഒരു ചികിത്സാ പിഴവില്ല. എന്ത് ചികിത്സാ പിഴവ്? ഇതൊക്കെ ചികിത്സാ പിഴവാ.
വയറ്റിനുള്ളിൽ കത്രിക വെക്കുന്നതും ഈ മറ്റേ ബിസ്മീർ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്താ ആശുപത്രിയിൽ മറ്റേ ഇവിടുത്തെ വിളപ്പിൽശാല ആശുപത്രിയിൽ വാതിൽ തുറക്കാൻ വൈകി, അയാള് വാതിൽ തുറക്കാനൊക്കെ വൈകുന്നേ. ഈ മരിക്കുന്നതൊക്കെ നമ്മളെ തലയിലാണ് ഇടുക. ഒരു പെൺകുട്ടിന്റെ കൈ മുറിച്ചു, ഒരു കൈയല്ലേ മുറിച്ചിട്ടുള്ളൂ, ഒരു കൈയല്ലേ മുറിച്ചിട്ടുള്ളൂ, 2 കൈ മുറിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പോസിറ്റീവായി കണക്കാക്കണം, പോസിറ്റീവായി കാര്യങ്ങളൊക്കെ കണക്കാക്കണം കേട്ടോ. ഏതായാലും കലാപശ്രമം ഇനി നടന്നാൽ വിവരമറിയും കോൺഗ്രസ്സുകാർ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശാഭിമാനി പത്രത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റോറി മന്ത്രി വീണ ജോർജിന്റെ വീട് ആക്രമിച്ച് റീത്ത് വെച്ചു എന്നുള്ളതാണ്. കണ്ടില്ല എല്ലാവരും? എന്തൊരു കഷ്ടമാണ് നോക്കിയേ. മന്ത്രി വീണ ജോർജിന്റെ വീട് ആക്രമിച്ച് റീത്ത് വെച്ചു, ഗേറ്റ് തകർത്തു, 5 പ്രതികൾ റിമാൻഡിൽ. ശ്രമിച്ചത് കലാപത്തിന്. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കലാപത്തിന്. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്.